ഇനിയിപ്പോൾ ഡൽഹിന്റെ കേസിൽ തന്നെ എടുത്താൽ നമുക്കറിയാം, ഡൽഹിയിൽ ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രശ്നത്തിൽ 18 പേര് മരണപ്പെട്ടു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എന്നാൽ റിപ്പോർട്ടുകൾ പറയുന്നത്, അത് കണ്ടിരുന്ന അവിടെ ഉണ്ടായിട്ടുള്ള ഐ വിറ്റ്നസസ് പറയുന്നത് ഏകദേശം 200 പേരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാവും, അതിൽ കൂടുതൽ പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. ഇത് ശരിയാണെന്ന് വെക്കേണ്ടി വരും, കാരണം അവിടെയുള്ള സിറ്റുവേഷൻസ് അങ്ങനെയാണ്. അതായത് ഹലോ ഹായ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. പൊതുമുതൽ നശിപ്പിച്ചാൽ ഇതാണോ ശിക്ഷ? പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഇന്ത്യൻ റെയിൽവേയിലെ പ്രോപ്പർട്ടീസ് നശിപ്പിച്ചതിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാണ്, ട്രെയിൻ അടക്കമുള്ള കാര്യങ്ങൾ നശിപ്പിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടാണ്. ഈ പബ്ലിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഓരോ ജനങ്ങളും നൽകുന്ന ടാക്സ് പണം കൊണ്ട് നിർമ്മിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പബ്ലിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് നശിപ്പിച്ചാൽ ഇത് മാത്രമാണ് ശിക്ഷ. FIR ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെങ്കിൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് അവർ നശിപ്പിച്ച കാര്യങ്ങളൊക്കെ അതിന്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കും. ഇതിന്റെ വീഡിയോ മുഴുവനായിട്ട് കാണിക്കുന്നില്ല, കാരണം ലെങ്തി വീഡിയോ ആണ്. അതുകൊണ്ട് ഈ വീഡിയോന്റെ ലെങ്ത്തും കൂടി അധികരിച്ചു പോകും, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ ചില്ലുകളൊക്കെ തകർത്തിട്ട് അതിന്റെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചില്ലല്ല, പല ചില്ലുകളും പൊളിച്ചിട്ടുണ്ട്. ചില്ലുകൾ മാത്രമല്ല, ഡോർസ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു പരാതി ഉണ്ട്, ഇന്ത്യൻ ട്രെയിൻസ് ഒക്കെ കഴുകാറില്ല എന്ന്. ആ പരാതി അങ്ങ് തീർത്ത് കളഞ്ഞിട്ടുണ്ട്. കണ്ടു നോക്കൂ. അങ്ങനെ എന്തായി? നല്ല വെടുപ്പായി ട്രെയിനുകൾ ഇവർ കഴുകിയിട്ടുണ്ട്. ഇനി അകത്തുള്ള ആൾ കുളിപ്പിക്കണ്ടേ? അകത്തുള്ള ആൾ കുളിച്ചോ എന്നൊക്കെ നോക്കണ്ടേ? അതും കൂടി ഉണ്ട്. ഇവർ പാസഞ്ചേഴ്സിനും പ്രശ്നങ്ങൾ ഉണ്ടായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒക്കെ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് ഒരു പോലീസുകാരനെയോ അല്ലെങ്കിൽ റെയിൽവേ പോലീസിനെയോ ആരെങ്കിലും അവിടെ അധികൃതർ ആരെങ്കിലും അവിടെ കണ്ടോ? ഇല്ലല്ലോ. ഒരു വീഡിയോസിലും അവരില്ല. അവരൊക്കെ എവിടെ പോയി? ഈ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കൂ. ഇത് ഏതാനും ചില വീഡിയോകൾ മാത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഒരുപാട് വീഡിയോസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇതേപോലത്തെ ഓരോ തോന്നിവാസങ്ങൾ. എന്നാൽ ഈ തോന്നിവാസങ്ങൾക്ക് എതിരായിട്ട് ഒരു ശബ്ദവും ആരും എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതിപ്പം സൗത്ത് ഇന്ത്യയിലാണ് നടന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിലാണ് നടന്നിട്ടുള്ളതിൽ എന്താ പറയാ, ഭീകരരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മുഴുവൻ ഭീകരരാണ്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ മൊത്തം ഭീകരരാണെന്നൊക്കെയല്ല പറഞ്ഞ് നടക്കുക. ഇതിന്റെയൊക്കെ കാരണങ്ങൾ പലതാണ്. ടിക്കറ്റ് ഒരുപാട് സെല് ചെയ്തതിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തവർക്ക് സീറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സ് ഒക്കെ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടുണ്ടോ? അതോറിറ്റിന്റെ ഭാഗത്തും വീഴ്ചകളുണ്ട്. ഇനിയിപ്പോൾ ഡൽഹിന്റെ കേസിൽ തന്നെ എടുത്താൽ നമുക്കറിയാം, ഡൽഹിയിൽ ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രശ്നത്തിൽ 18 പേര് മരണപ്പെട്ടു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എന്നാൽ റിപ്പോർട്ടുകൾ പറയുന്നത്, അത് കണ്ടിരുന്ന അവിടെ ഉണ്ടായിട്ടുള്ള ഐ വിറ്റ്നസസ് പറയുന്നത് ഏകദേശം 200 പേരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാവും, അതിൽ കൂടുതൽ പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. ഇത് ശരിയാണെന്ന് വെക്കേണ്ടി വരും, കാരണം അവിടെയുള്ള സിറ്റുവേഷൻസ് അങ്ങനെയാണ്. അതായത് ആ സ്റ്റേഷനിലേക്ക് മീഡിയാസിനെ എൻ്റർ ചെയ്യാൻ വിടുന്നില്ല. അതുപോലെ തന്നെ ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ഹോസ്പിറ്റൽസിൽ നിന്നും മീഡിയാസിനെയോ ആരെയും അതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യുന്നില്ല. ഹോസ്പിറ്റൽസ് ഒക്കെ ക്ലോസ് ചെയ്ത രീതിയിലാണുള്ളത്. ആരെയും അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അതോറിറ്റീസ് സമ്മതിക്കുന്നില്ല. ഇനി ഈ പ്രശ്നം, ഈ റെയിൽവേന്റെ പ്രശ്നങ്ങൾ, അതായത് ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഡാമേജ് ചെയ്തതിനെ പറ്റിയിട്ടുള്ള കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഓഫീസസിന്റെ പേരിൽ തന്നെ പ്രശ്നങ്ങൾ എടുത്തിട്ടാണുള്ളത്. അതായത് 3-4 ഓഫീസസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അവർക്ക് എതിരായിട്ട്
എൻക്വയറി കമ്മീഷൻ ഇട്ടിട്ടുണ്ട്. എൻക്വയറി നടന്നിട്ട് സസ്പെൻഷനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അവരെ പുറത്താക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു കാര്യത്തിൽ. കാരണം അവർക്ക് വീഴ്ച പറ്റി എന്നാണ് പറയുന്നത്. അത് എൻക്വയറിയിൽ തീരുമാനമായി കഴിഞ്ഞാൽ, അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവർ ജോലി പോകും. ഇനി ഇത് ചെയ്ത ആൾക്കാരിൽ 4 പേരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം 2 പേരെ വിട്ടയച്ചു. അതായത് അവരെ വാൺ ചെയ്തിട്ട് വിട്ടയച്ചു. ബാക്കി 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെയും വിട്ടയച്ചു. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു മുസ്ലിം ആണ് ചെയ്തിട്ടുള്ളെങ്കിലോ അവൻ എപ്പോഴേ ജയിലിൽ കിടന്നിട്ടുണ്ടാവും. ഇനി ഇത് ചെയ്ത് 1, 2, 4 പേരാണോ? അല്ല, ഒരുപാട് പേരുണ്ട്. ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല, ഈ വീഡിയോയിൽ വേറെയും വീഡിയോസ് ഉണ്ട്. അതിലൊക്കെ കറക്റ്റായി ഇവരോടൊക്കെ ചെയ്സ് കാണുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തത് ഇവരൊക്കെ എതിരായിട്ട്? കാരണം ഒരു റെയിൽവേ പ്രോപ്പർട്ടി, അതായത് പൊതുജനത്തിന്റെ സ്വത്താണ് അവർ നശിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്താൽ മതിയോ? ഇത്രയും ലൈറ്റ് ആയിട്ട് എടുത്താൽ മതിയോ? സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഒഫൻസ് തന്നെയല്ലേ? കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഉള്ള കാര്യങ്ങൾ ഒരു സ്റ്റേഷനിലും ഇതുവരെ എടുക്കാത്തത്? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു സ്റ്റാൻഡ് ഇതിന്റെ മുകളിൽ എടുക്കാത്തത്? കാരണം ഇത് ചെയ്തവർ ആരായിരുന്നാലും ശരി, അവരെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ നൽകിയാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും. ഇതിന്റെ മെയിൻ കുഴപ്പം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ്. എഡ്യൂക്കേഷൻ ഇല്ലാത്ത പ്രശ്നം തന്നെയാണ് മെയിൻ ആയിട്ട് ഇവർക്കെല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് ഈ ട്രെയിനിന്റെ മുകളിലൊക്കെ വെലിന് കയറാനെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.